ഹായ് ഗായ്സ്. ഇപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ മിന്നൽ മുരളി ഷൂട്ട് ചെയ്ത ബൈരക്കുപ്പയിലോട്ടാണ്. അത് അവിടെ തോണിക്കടത്തുണ്ട്. അപ്പം നമ്മൾക്കിപ്പം പുൽപ്പള്ളിയിൽ നിന്ന് പെരിക്കല്ലൂർ ബസ് കയറിയാൽ നമ്മൾ നേരെ ഈ ബൈരക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അവിടെ എത്തിയിട്ട് നമ്മൾക്ക് തോണിയിൽ 10 രൂപ കൊടുത്താൽ നമ്മൾ അപ്പുറത്ത് കർണാടകയിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഞങ്ങളിപ്പം പുൽപ്പള്ളിയിൽ നിന്ന് പെരിക്കല്ലൂരിലേക്കുള്ള ബസ്സിലാണുള്ളത്. പോകുന്ന വഴിയിൽ ഇങ്ങനെ വാഗയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ നല്ല നല്ല കാഴ്ചകളൊക്കെ ഒത്തിരി ഉണ്ട് കാണാനായിട്ട്. ഇത് പുൽപ്പള്ളീൻ്റെ അടുത്തുള്ളൊരു ചെറിയ നാടാണ്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പെരിക്കല്ലൂർ അവിടെയുള്ളൊരു സ്കൂളിൻ്റെ അടുത്താണ്. അപ്പം നല്ല പൂക്കളുള്ള കുറേ മരങ്ങളും പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ജസ്റ്റ് പെരിക്കല്ലൂർ ബസ്സൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ആണുള്ളത്. ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പേര് ആതിര എന്നാണ്. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ഒരുമിച്ചാണ് പോവാറ്. ഞങ്ങളിങ്ങനെ പയ്യെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 ചേട്ടന്മാർ ഇരുന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവസാനം നമ്മൾ കടവിലെത്തിയിട്ട് നോക്കുമ്പം നല്ല ഭംഗിയുണ്ട്. കുറേ തോണികളൊക്കെ നിർത്തിയിട്ടുണ്ട്. കുറേ പച്ച കളറുള്ള ഇലകൾ പൂക്കൾ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി തോണിയിലോട്ട് കയറുകയാണ്. അപ്പം നമ്മൾ കയറുന്ന പാടെ തന്നെ നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ അപ്പുറം കടവിലെത്തിയതിന് ശേഷം മാത്രം നമ്മൾ പൈസ കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ കബനി നദി കാവേരിയായിട്ട് മാറുന്ന സ്ഥലമാണ്. അപ്പം നമ്മുടെ പുഴയൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നിൽക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഇപ്പുറത്തെത്തി. ഒരു പുഴ കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കർണാടകത്തിലെത്തി. ഇത് കർണാടകത്തിലെ ഒരു കടയാണ്. ഞങ്ങൾ കണ്ടോ, കന്നഡയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു കടയാണ്. ഞങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആളുകളൊക്കെ